റബ്ബർ പാലിൽ നിന്നും പെയിന്റ് വികസിപ്പിച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. കേരള പെയിന്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഭദ്രം എന്ന പേരിൽ പെയിന്റ് വിപണിയിലെത്തിക്കും. റബ്ബറിന്റെ ആഭ്യന്തര ഉപയോഗം വർദ്ധിപ്പിക്കുകയും കർഷകർക്ക് മികച്ച വില ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. കഴിഞ്ഞ 1.5 വർഷമായി റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ഗവേഷണമാണ് ഫലം കണ്ടത്. റബ്ബർ പാലിൽ നിന്നും ഉന്നത ഗുണമേന്മയുള്ള പെയിന്റ് നിർമ്മാണമാണ് സാധ്യമായത്. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന എമൽഷൻ പെയിന്റുകളെക്കാൾ മികച്ച ഗുണനിലവാരമാണ് പ്രധാന ആകർഷണം. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്ര നിമിഷത്തിന് ഇരട്ടി മധുരവും. എന്തെന്നാൽ ഒന്ന്, ഒരു പുതിയ പ്രോഡക്റ്റ് അതും പരിസ്ഥിതി സൗഹൃദമായി വിപണിയിലേക്ക് ഇറക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷം. 2, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ റബ്ബർ പാലാണെന്ന് പറയുമ്പോൾ റബ്ബർ കൃഷിക്കാരെ സംബന്ധിച്ചോളം അവരെ അനുഭവിക്കുന്ന വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് ഒരു മോചനത്തിനൊരു അവസരം കൂടി ഒരുങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ 2ാമത്തെ ഭാഗം. അങ്ങനെ ഒരു ഇരട്ടി മധുരത്തിന് വലിയ രൂപത്തിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അടിയറ ശില്പികളെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പ്രകൃതിദത്ത റബ്ബർ പാലിന് പുറമെ കടൽക്കക്ക, കളിമണ്ണ്, സസ്യസത്തുക്കൾ തുടങ്ങിയ ഘടകങ്ങൾ ചേർത്താണ് നിർമ്മാണം. MG യൂണിവേഴ്സിറ്റി ലൈഫ് ലോങ് ലേണിംഗ് എൻഡ് എക്സ്റ്റൻഷൻ വിഭാഗമാണ് ഈ ആശയത്തിന് പിന്നിൽ. നാച്ചുറൽ പെയിന്റ് ഒരു മനുഷ്യന് ഒരു ദോഷം വരാത്ത ഒരു പെയിന്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ? അപ്പൊ ആലോചിച്ച് തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞത് അങ്ങനെ ഒരു സംവിധാനമേ നിലവിലില്ല, സാധിക്കില്ല. ഫേസ്ബുക്കിൽ ഞങ്ങൾക്ക് വന്നൊരു കമന്റിൽ നിന്നാണ് ഇതിന്റെ ഒരു ത്രെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ പിന്നെ പാലൊഴിച്ച് പെയിന്റ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള റബ്ബർ പാലിന്റെ സാധ്യത പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സംസാരിച്ചു. അതിന് ഫില്ലറായിട്ട് നാച്ചുറൽ നമ്മുടെ സീഷൽ ഉണ്ടല്ലോ, കടൽ കക്ക, ഇതൊരു ലിവിങ് കാർബൺ ആണ്. അതിനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റൂമിനുള്ള ഓക്സിജനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ കിട്ടും. അങ്ങനെ തുടക്കമിട്ട ഒരു പെയിന്റ്. റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ റബ്ബർ പ്രൊഡക്റ്റ് ക്യുമുലേഷൻ സെന്റർ ആണ് പെയിന്റ് വികസിപ്പിച്ചെടുത്തത്. ഞങ്ങളുടെ അടുത്ത് കേരള പെയിന്റ്സ് ആദ്യമായിട്ട് ഒരു ഹെൽത്ത് ഹസാർഡസ് അല്ലാത്ത എക്കോ ഫ്രണ്ട്ലി ആയ പെയിന്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് കെമിക്കൽ കൊണ്ട് തന്നു. അവർ കെമിക്കൽ അല്ല, ശരിക്കും നാച്ചുറൽ സീഷെല്ലിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന പൊടി, സീഷെൽ പൗഡർ, അതായത് കാൽസ്യം കാർബണേറ്റ് ആണ്. അതാണ് ദയാൽ സാർ ഇന്ന് ഇവിടെ പറഞ്ഞത്. കാർബൺ എമിറ്റിംഗ് ആണ്, അതിനകത്തുനിന്ന് അബ്സോർബ് ചെയ്യും. കാർബൺ ഉള്ളതുകൊണ്ട് VOC ഒക്കെ അബ്സോർബ് ചെയ്യാൻ അതിനുള്ള കഴിവുള്ള തരമുള്ള ഫില്ലറാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ സംഭവങ്ങളും എക്കോ ഫ്രണ്ട്ലി ആണ്. മനുഷ്യർക്ക് യാതൊരു വിധത്തിൽ ഉപദ്രവം ഉണ്ടാകത്തില്ല. പിന്നെ മറ്റേ പെയിന്റിനേക്കാളും വില വളരെ കുറവുമായിരിക്കും. ഈ നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് ഇപ്പം കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ പ്രോഡക്റ്റ് വിലയോട് വിൽക്കുവാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു റബ്ബർ കർഷകർക്കുള്ള ഗുണം. പുതുപ്പള്ളി ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ സിൽവർ ജൂബിലി ഹാളിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.